സാധിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ പാപാവസ്ഥയാണ്. യെശയ്യാ 59 പറയുന്നു, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര കഠിനമായ പാപാവസ്ഥയിലായിരുന്നാലും പരമാർത്ഥ ഹൃദയത്തോടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് മടങ്ങി വരണം. ഓരോ മനുഷ്യാത്മാവിൻ്റെയും മടങ്ങി വരവിനെ ദൈവം ആർത്തിയോടെ കാത്തിരിക്കുകയാണ്. അവിടുന്ന് ഹോസിയ പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നു, ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. പിതാവായ ദൈവം മനുഷ്യവംശത്തോടുള്ള അതിരറ്റ കരുണയെ പ്രതി മനുഷ്യൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ മനുഷ്യനായി ഭൂമിയിലേക്ക് അയച്ചു. 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. പിതാവായി ദൈവം നൽകിയ നാമമാണ് യേശു എന്ന നാമം. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമാണ് യേശു എന്ന നാമം. പിശാചുക്കൾ ഞെട്ടിവിറയ്ക്കുന്ന നാമമാണ് യേശുനാമം. നമ്മളെ ദൈവമക്കളാക്കുന്ന നാമമാണ് യേശുനാമം. നമുക്ക് പാപമോചനം നൽകുന്ന നാമമാണ് യേശുനാമം. ഫിലിപ്പി 2:6 മുതലുള്ള തിരുവചനത്തിൽ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുന്നിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. യോഹന്നാൻ 3:16 തിരുവചനം പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പാപമോചനമുണ്ട്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ച് കർത്താവായി ആരാധിച്ച് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ പാപമോചനം ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു പിറന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാവാനായിട്ടാണ്. വിശുദ്ധ മത്തായി 1:21 പറയുന്നു,